സഹനങ്ങൾ നിറഞ്ഞ വരണ്ട നിലങ്ങളെ സുഹൃതങ്ങളുടെ പൂങ്കാവനമാക്കുന്ന സുഹൃത സരണിയാണ് പൗരോഹിത്യം. ഈശോനാഥൻ ഇപ്രകാരം പറയുന്നു: നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന ആ ആഹ്വാനത്തെ തൻ്റെ ദൗത്യമായി ഏറ്റെടുത്തുകൊണ്ട് ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ ഈശോയുടെ സുവിശേഷം എത്തിക്കുവാൻ തയ്യാറായി മുന്നോട്ട് വന്ന നല്ല ഇടയൻ ഇന്ന് ഷെക്കേന ടെലിവിഷൻ എത്തി നിൽക്കുന്നത് മഡഗാസ്കറിലെ പോർബേർഷ്യ രൂപതയുടെ അഭിവന്ദ്യ പിതാവിനോടൊപ്പമാണ്. മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിനു മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. ജനിക്കുന്നതിനു മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. സുവിശേഷവൽക്കരണം പ്രവാചക ദൗത്യമായി സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന് ക്രിസ്തുനാഥന്റെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കുകയാണ് മഡഗാസ്കറിലെ പോർബേഷ്യൻ രൂപതയിലെ മലയാളി ബിഷപ്പായി സേവനം ചെയ്യുന്ന മാർ ജോർജ് പുതിയകുളങ്ങര. അധികാരസ്ഥാനങ്ങൾക്കപ്പുറം മഡഗാസ്കറിലെ ജനങ്ങൾക്ക് പിതാവായും സുഹൃത്തായും സഹോദരനായും മാർഗദർശിയായും ഇദ്ദേഹം ഇവിടെ ക്രിസ്തുവിന്റെ സുവിശേഷത്തിനായി ജീവിക്കുകയാണ്. 1960 വരെ ഫ്രഞ്ച് കോളനിയായിരുന്ന ആഫ്രിക്കൻ രാജ്യമായ മഡഗാസ്കറിൽ ഇന്ന് 3 കോടി ജനങ്ങളാണുള്ളത്. 22 രൂപതകളിലായി ഏകദേശം 30% കത്തോലിക്കരാണ് മഡഗാസ്കറിലുള്ളത്. ഇതിൽ 23,000 ചതുരശ്ര കിലോമീറ്ററിലായി വ്യാപിച്ചു കിടക്കുന്നതാണ് പോർബേഷ്യൻ രൂപത. കൃഷി ഉപജീവനമാക്കിയ ഇവിടുത്തെ ജനങ്ങളിൽ വലിയൊരു വിഭാഗം നിരക്ഷരരാണ്. ഇവരുടെ ആത്മീയ വിദ്യാഭ്യാസ, സാമൂഹിക, സാമ്പത്തിക ഉന്നതിക്കായി ബിഷപ്പ് ജോർജ് പുതിയകുളങ്ങരയുടെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. കൂടാതെ നശീകരണം ആഫ്രിക്കൻ രാജ്യങ്ങളിലെ കാലാവസ്ഥയിൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനെതിരെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ഇടയശ്രേഷ്ഠൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാകും മഡഗാസ്കറിലെ ജനങ്ങളുടെ ഇടയിൽ ഇദ്ദേഹത്തിന്റെ സ്വാധീനം എത്രത്തോളമാണെന്ന്. അഭിവന്ദ്യ പിതാവെ, മഡഗാസ്കർ രൂപതയിൽ പിതാവ് മിഷണറിയായി അയക്കപ്പെട്ട സമയത്ത് പിതാവിന് എന്തെങ്കിലും പ്രതിസന്ധികൾ, അവിടെ നിരവധിയായ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട സമയങ്ങളുണ്ട്, ക്രൈസ്തവ പീഡനങ്ങൾ ഉണ്ടായ സമയങ്ങളുണ്ട്. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ പിതാവ് എങ്ങനെയാണ് ഒരു മിഷണറിയായി മുന്നോട്ട് ഈശോയ്ക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചത്? ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം. മഡഗാസ്കറിൽ ഞാൻ ഒക്ടോബർ 5 1986 അവിടെ എത്തി. ഞങ്ങൾ അതിനുശേഷം അവിടുത്തെ ഭാഷയായ മലഗാശി പഠിക്കുവാൻ തുടങ്ങി. മലഗാശി ഏകദേശം ഒരു 6 മാസത്തോളം പഠിച്ചു. നമ്മൾ ഒരു മിഷണറി ഏതൊരു സ്ഥലത്ത് ചെന്നാലും ആ സ്ഥലത്തെ ഭാഷയും ആ രാജ്യത്തെ സമ്പ്രദായങ്ങളും ആ ജനങ്ങളുടെ ജീവിത രീതിയെപ്പറ്റി ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടുത്തെ ഭാഷ പഠിച്ചു. അതിനുശേഷം എന്നെ ആ രൂപതയിൽ നിന്നും ആ സ്ഥാനത്തു നിന്നും 650 കിലോമീറ്റർ ദൂരമുള്ള ഒരു സ്ഥലത്തേക്കാണ് അന്നത്തെ മെത്രാൻ എന്നെ വിട്ടത്. ആ പിതാവിനോട് പറഞ്ഞു, അച്ഛന് നല്ല ആരോഗ്യമുണ്ട്, അച്ഛന് നടക്കാനൊക്കെ പറ്റും, അവിടെ അങ്ങനെ ഒരു വളരെ ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് ഞാൻ അച്ഛനെ വിടുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ ഒരു 10,300 ചതുരശ്ര കിലോമീറ്ററുള്ള ഒരു മിഷന്, എന്ന് വെച്ചാൽ ഒരു ഇടവക എന്ന് പറയാം, വലിയൊരു ഇടവക. അവിടെ കുറേ ചെറിയ പള്ളികൾ പോലെ, പള്ളികൾ ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. ആ പള്ളികളില്ലാത്ത സ്ഥലങ്ങളിൽ ആൾക്കാരുടെ വീട്ടിലോ അല്ലെങ്കിൽ അവിടെ സ്കൂളുണ്ടെങ്കിലോ അല്ലെങ്കിൽ മരത്തിൻ്റെ അടിയിലോ ഒക്കെയാണ് കുർബാന ചെയ്യുന്നത്, ക്രിസ്ത്യാനികളുള്ള സ്ഥലങ്ങളിൽ. അപ്പോൾ അവിടെ ആദ്യമായിട്ട് ഞാൻ ചെയ്തത് അവരുടെ ഡയലക്റ്റ് ഉണ്ട്, ഷിംഹേത്തി എന്ന് പറയുന്ന ഒരു ട്രൈബിൻ്റെ അവിടെയാണ് ഞാൻ എത്തിയത്. അവരുടെ ആ ഡയലക്റ്റ് പഠിക്കുന്നതിനായിട്ട്. അപ്പോൾ നമ്മൾ ഏതൊരു സ്ഥലത്ത് ചെന്നാലും ആ ഡയലക്റ്റോ അല്ലെങ്കിൽ ഭാഷയെ പഠിച്ച് നന്നായിട്ട് അവരുമായിട്ട് സമ്പർക്കം ചെയ്യണം, അവരെ പഠിപ്പിക്കണമെങ്കിൽ അവരുടെ ഭാഷ നമുക്ക് പഠിക്കണം. അതായിരുന്നു ആദ്യത്തെ ആ ഷിംഹേത്തി പഠിക്കുക. അപ്പോൾ ആ മലഗാശി ഞാൻ പഠിച്ചു. മലഗാശി സാധാരണ അവരോട് സംസാരിക്കുന്നത്. അപ്പോൾ അത് സ്കൂളിൽ പോയിട്ടുള്ളവർക്കേ ആ ഭാഷ അറിവുണ്ടായിരുന്നുള്ളൂ. അപ്പം മറ്റുള്ളവർക്ക് അവരുടെ തന്നെ ഡയലക്റ്റ്
നമ്മൾ പറയുന്നവർക്ക് മനസ്സിലാകും, മറ്റേത് അവർ പറയുന്നത് നമുക്ക് കുറച്ച് ചിലതൊക്കെ മനസ്സിലാകാതെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഭാഷ പഠിക്കുക എന്നത് ഒരു നല്ലൊരു ജോലിയായിരുന്നു. പിന്നെ അവിടുത്തെ ആ കുട്ടികളെ, നമുക്കൊരു ഭാഷ പഠിക്കണമെങ്കിൽ ആ കുട്ടികളുടെ കൂട്ടത്തിൽ സംസാരിച്ചാൽ അത് വളരെ എളുപ്പമുണ്ട്. ആ കുട്ടികൾ നമ്മളെ കറക്റ്റ് ചെയ്യുകയും അവരുടെ ഭാഷ നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. സ്നേഹത്തിൻ്റെ ഭാഷ എന്ന് പറഞ്ഞ പോലെ കുട്ടികളെ ഈ കർത്താവിൻ്റെ മാലാഖ എന്നുള്ള ആ ജപം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഈ കർത്താവിൻ്റെ മാലാഖ എന്നുള്ള ത്രികാല ജപം നിങ്ങൾ കാണാതെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാതാവിൻ്റെ അത്ഭുത കാശുരൂപം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ വളരെ കുട്ടികൾ, സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ അവർ കുറേ പേര് പഠിക്കാൻ വന്നു. എൻ്റെ ഓഫീസിൽ അവിടെ ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഒരു 10-40 കുട്ടികൾ ഈ പ്രാർത്ഥന പഠിക്കുവാനായിട്ട് ഇറങ്ങിയിരുന്നുകൊണ്ട് കൊടുത്ത പുസ്തകം പഠിക്കുന്ന, പ്രാർത്ഥന പഠിക്കുന്നത് കൂടിയിരുന്നിട്ട് പല ഗ്രൂപ്പുകളായിട്ട് അവർ പഠിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ വേറെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരോട് കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളോട് നിങ്ങൾ കൊന്ത ചെല്ലുന്ന കാര്യം പറഞ്ഞു. ആ കൊന്ത ചെല്ലുന്നതിനായിട്ട് അവരെ പഠിപ്പിക്കാനായിട്ട്, അപ്പോൾ അവർക്ക് കൊന്ത തരാമെന്ന് പറഞ്ഞു. അതാണ് ആദ്യത്തെ മിഷൻ പ്രവർത്തനം തുടങ്ങിയത്. പിന്നെ അവിടെ ഈ കപ്പയും നെല്ലും ഒക്കെ ഉണ്ട്. കപ്പയുടെ ഇലയാണ് അവർ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ആ കപ്പയുടെ ഇല നുള്ളുമ്പോൾ അത് ആ കപ്പ കിഴങ്ങ് അധികം ഉണ്ടാകില്ല. അത് 2-3 കൊല്ലങ്ങൾക്ക് ശേഷമാണ് അവർ ആ കപ്പ പറിക്കുന്നത്. ആ കപ്പ പറിച്ചിട്ട് അതിൻ്റെ ഇത് തൊലിയൊക്കെ കളഞ്ഞിട്ട് അത് വേവിച്ചിട്ട് ആ വെള്ളം ഊറ്റിക്കളയില്ല. ആ വെള്ളത്തിലേക്ക് തേനോ അല്ലെങ്കിൽ ശർക്കരയോ അല്ലെങ്കിൽ പാലോ ഒക്കെ ഒഴിച്ചിട്ട് അത് കഴിക്കും. പിന്നെ ആ ഇല അത് അവർ പറിച്ചിട്ട് അത് ഉരലിലിട്ട് കുത്തിയിട്ട് അത് വേവിച്ചിട്ട് അതാണ് പ്രധാന കറിയായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കോഴിയൊക്കെ ആണെങ്കിൽ വലിയ പപ്പൊക്കെ പറിച്ച് കളയും, എന്നിട്ട് അതിനെ വക്കും, എന്നിട്ട് അതിന് ശേഷം അത് പുഴുങ്ങിയിട്ട് നമുക്ക് തരും. അതിൻ്റെ ആ വെള്ളം ഇവിടെയുള്ള പോലെ മസാലയോ മുളകോ ഒന്നുമില്ല, അത് കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ആദ്യം അതൊക്കെ അത്ര എളുപ്പമല്ലായിരുന്നു, പക്ഷേ എല്ലാം ഈശോയ്ക്ക് വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ഇപ്പം മീനാണെങ്കിൽ തന്നെ മീനിൻ്റെ ആ ചെതുമ്പലോ അവിടെയൊക്കെ തടാകങ്ങളോ അല്ലെങ്കിൽ തോടുകളോ ഒക്കെ അവർ മീൻ പിടിക്കുമായിരുന്നു. അന്നേരം അതിൻ്റെ അതൊന്നും ക്ലീൻ ചെയ്യലായിരുന്നു, ആ ചെതുമ്പലൊന്നും പറയിക്കില്ല. അതങ്ങനെ വേവിച്ചിട്ട് അതേപടി നമുക്ക് തരും. എന്നിട്ട് അത് നമ്മളിത് ചെതുമ്പലൊക്കെ മാറ്റിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ളതൊക്കെ കളഞ്ഞിട്ട് കഴിക്കുക എന്നുള്ളതാണ്. പിന്നെ ചോറ് തരും. ആ ചോറ് വേവിച്ചിട്ട് അതിന് പ്രത്യേകമായിട്ട് കറികൾ ഒന്നും ഇല്ല. നമ്മളിവിടെ പോലെ മനോഹര സ്വാദുള്ള കറികളൊന്നുമില്ല. നമ്മുടെ ചുറ്റുപാടും സാധാരണയായിട്ട് കാണുന്ന ഈ ചില പച്ചകളുണ്ട്. ആ പച്ചകളുടെ ഇലകൾ പറിച്ചിട്ട് അത് വേവിച്ചിട്ട് അതിൻ്റെ വെള്ളമാണ് സാധാരണയായിട്ട് ചോറ് കഴിക്കുമ്പോൾ ചോറ് ഇറങ്ങിപ്പോവാനായിട്ട് വായിലേക്ക് സ്പൂണ് കൊണ്ട് ഒഴിക്കുന്നത്. അവർക്ക് കൈകൊണ്ട് ചോറ് കഴിക്കാനായിട്ട് അറിയില്ല. അവർ വിചാരിക്കുന്നത് നമ്മൾ കൈകൊണ്ട് ചോറെടുത്താൽ കൈയുടെ വിരലിൻ്റെ ഇടയിൽ കൂടി അത് താഴെ പോകും. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു അത് താഴെ പോയാൽ ഞാൻ കാണിച്ചു കൊടുത്തു, പക്ഷേ അവർക്കത് വിശ്വാസമല്ല, അവർ പോകുമെന്നാണ് പറയുന്നത്. വേറെ ഇപ്പോൾ കോഴിയൊക്കെ ഉണ്ടെങ്കിൽ അത് അതിനെയൊക്കെ കൈകൊണ്ടെടുത്ത് തിന്നും, പക്ഷേ ചോറൊരിക്കലും അവർ കൈകൊണ്ടെടുത്ത് തിന്നാനായിട്ട് പഠിച്ചിട്ടില്ല എന്നുള്ളത്. പിന്നെ വേറെ ഒരു ഇത് പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മൾ ഈ വീടുകൾ സന്ദർശിക്കാൻ പോകുമ്പോൾ ഒരു ഗ്രാമത്തിൽ എത്തുമ്പോഴോ അവരുടെ അത് വൃത്തി എന്ന് പറയുന്നത് അധികം അവരുടെ ഇല്ല എന്നുള്ളതാണ് അവിടെ. അപ്പോൾ നമ്മളൊരു ചെല്ലുമ്പോൾ ഇവിടുത്തെ പോലെ നല്ല കസേരയോ ബെഞ്ചോ ഒന്നും കാണിയില്ല. സാധാരണ ഒരു വീട്ടിൽ ചെന്നാൽ അവിടെ ഇരിക്കാനായിട്ട് പായ് ഉണ്ടാകും. ആ പായയുടെ മുകളിലാണ് ഇരിക്കുന്നത്. അത് നമ്മുടെ ഇവിടുത്തെ പോലെ നല്ല നിലം അടിച്ച് നിരപ്പാക്കുന്നതിനായിട്ട് അവർക്കറിയില്ല. അതിപ്പോൾ ആ പായ ഇട്ടിരിക്കുന്നത് മണ്ണിൻ്റെ മുകളിലാണ് ഇത് റൂമിൽ തന്നെ. അത് അടിച്ച് ആ പായ് വൃത്തിയാകുമ്പോൾ അതിൻ്റെ അടിച്ചതെല്ലാം കൂടി ആ പായയുടെ ഉള്ളിൽ പായ് പൊക്കിയിട്ട് അതിൻ്റെ അടിയിലേക്ക് തള്ളും. അത് കഴിഞ്ഞിപ്പോൾ അവർ അവിടെ ഇരിക്കുവാണെങ്കിൽ
തുപ്പുവാണെങ്കിൽ അതിൻ്റെ അടിയിലേക്ക് തുപ്പും. അപ്പോൾ അവിടെയൊക്കെ ഒത്തിരി കൃമികളൊക്കെ ഉണ്ട്. കൃമിയും അതുപോലെ ഈ എന്താണ് മൂട്ടയും അതുപോലെ ഈ കോഴി പേനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളൊക്കെ അവിടെ പോയിരിക്കുമ്പോൾ അതൊക്കെ ഇങ്ങോട്ട് നമ്മുടെ ദേഹത്തേക്ക് കയറാൻ തുടങ്ങും. അപ്പോൾ അത് അവിടുത്തെ ഉണ്ടായിരുന്ന അച്ഛൻ പറഞ്ഞു നമുക്ക് അതിനെ ഞങ്ങളെ കൊല്ലാനായിട്ട് നമുക്ക് ഈ പിന്നെ എന്താണ് സ്പ്രേ ഒക്കെ ഈ മൂട്ടയ്ക്കൊക്കെ അടിക്കുന്നില്ല, അതുപോലെയൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ സ്പ്രേ ചെയ്തിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ചൊക്കെ കടക്കുമ്പോഴത്തേക്കും ഇതെങ്കിലൊക്കെ ഇങ്ങോട്ട് കയറി വരുമെന്നുള്ളതാണ് അങ്ങനത്തെ. അതിനൊക്കെ നമ്മൾ പിന്നെ ഇത് പുതപ്പോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ബെഡ്ഷീറ്റോ അതുപോലെ കിടക്കാനുള്ള പ്രത്യേകമായിട്ടുള്ള സാധനമൊക്കെ കൊണ്ടുപോകാമായിരുന്നു. കാരണം അത്രമാത്രം പാവപ്പെട്ട ജനങ്ങളാണ് നമ്മുടെ ഇവിടെ പണ്ടത്തെ ഈ പിന്നെ കുറിച്യരോ അല്ലെങ്കിൽ പണിയന്മാരോ ഒക്കെ ഉണ്ടായിരുന്ന അവരുടെ ആ ജീവിതം പോലെ പണ്ടത്തെ ഇപ്പോഴത്തെ അല്ല, അന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ അവരെ ആ വൃത്തിയിൽ ജീവിക്കുവാനായിട്ട് അവരെ നന്നായിട്ട് കൃഷി ചെയ്യാനായിട്ട് ഈ നെല്ല് കൃഷി ചെയ്യുന്നുണ്ട്. നെല്ല് ഞാൻ പറഞ്ഞ അവിടെ അരിയുണ്ട്. പക്ഷേ നെല്ല് പിന്നെ കൃഷി ചെയ്യുന്ന അവരെന്ത് ചെയ്യുന്നു, കാള കൂട്ടാനൊന്നും കലപ്പയോ അങ്ങനത്തെ ഒന്നുമില്ല. കുറച്ച് കന്നുകാലികളെ ഒന്നിച്ച് വിട്ടേച്ച് അത് പിന്നെ അവർ 3-4 അതിനെ ഓടിക്കുമ്പോൾ അത് ഇങ്ങനെ അതിൻ്റെ ചുറ്റും നിന്നുകൊണ്ട് അപ്പോൾ ചവിട്ടി നല്ല ചെളിയാകും. അതിലേക്ക് വിത്ത് വിതയ്ക്കുകയാണ്, എറിയുകയാണ്. അത് പിന്നെ ഇത് പിന്നെ കതിരായി പിന്നെ വിളയുമ്പോൾ അത് ചെറിയ കത്തി കൊണ്ട് അത് മുറിച്ചിട്ട് അത് ഉണങ്ങിയിട്ട് ഉരലിട്ടിട്ട് അത് കുത്തിയിട്ട് ചോറാക്കും. അപ്പോൾ അവിടുന്ന് കുടിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആ ചോറ് വെച്ച കലത്തിൽ അതിൻ്റെ കലത്തിൽ കുറച്ച് ചോറിട്ടിട്ട് അത് കരിക്കും. അത് കരിച്ചതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിക്കും. എന്നിട്ട് ആ വെള്ളം തിളപ്പിക്കും. അപ്പോൾ ഈ കാപ്പിയുടെയോ ചായയുടെയോ ഒക്കെ നിറം വരും. അതാണ് സാധാരണയായിട്ട് ജനങ്ങളൊക്കെ കുടിക്കുന്നത്. എന്തെന്നാൽ പച്ച വെള്ളത്തിൽ പിന്നെ അവിടെ അഴുക്കുണ്ട് ധാരാളം. പിന്നെ ഈ ബിലാർജിയോസ് എന്ന് പറഞ്ഞ ഒരു പിന്നെ കൃമിയുണ്ട്. അത് നമ്മൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയറ് വീർപ്പിക്കുന്ന പിന്നെ അത് പോകുകയില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ വെള്ളമാണ് എല്ലാവരും കുടിക്കുന്നത്. ഈ പിന്നെ അതിന് രുചി ആദ്യം പിന്നെ വായിലൊഴിച്ചപ്പം തുപ്പിക്കളഞ്ഞു. അത്രമാത്രം ഒരു രുചി തോന്നി. അത് കഴിഞ്ഞിട്ട് പിന്നെ കാരണം അത് കുടിക്കണോ എന്നുള്ളത് പിന്നെ അത് മാത്രമേ കുടിക്കുള്ളായിരുന്നുള്ളൂ. സാധാരണ വെള്ളം കുടിക്കാനായിട്ട് അവിടെ പറ്റുകയില്ലെന്നുള്ളതാണ്. അല്ലെങ്കിൽ ടൗണിലൊക്കെ പോകുമ്പം വെള്ളം ഒക്കെ കുടിക്കാം, അവിടെ ശുദ്ധി ചെയ്ത വെള്ളമൊക്കെ കിട്ടും. അല്ലെങ്കിൽ വില്ലേജുകളൊക്കെ ഇപ്പോൾ ഞാൻ അവിടെ ഒരു വില്ലേജിലാണ്. അപ്പോൾ നടക്കുക എന്നുള്ളതാണ്, നടന്നു പോവുക എന്നുള്ളതാണ് അധികം. അവിടെ പിന്നെ റോഡുകളൊക്കെ തീരെ ഇല്ല എന്നുള്ളതാണ്. പിന്നെ നടപ്പാതയിൽ കൂടി പോകുമ്പം പിന്നെ ഇങ്ങനെ ഒത്തിരി ദൂരം നടക്കാനുണ്ട്. ഞാനൊരു ദിവസം ഏറ്റവും കൂടുതൽ പോയത് 55 കിലോമീറ്റർ ഇവിടെ നമുക്ക് തലശ്ശേരിയിലൊക്കെ പോകുന്ന അത്രമാത്രം ദൂരം നടന്ന് ഒരു 3 മണിക്ക് രാവിലെ നടക്കാൻ തുടങ്ങിയിട്ട് വൈകുന്നേരം ഒരു 5 മണിയോടുകൂടി അവിടെ എത്തി. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കൊണ്ടുപോകുന്ന ഇപ്പം ഞാൻ പറഞ്ഞ പോലെ പിന്നെ ചോറ് കരിച്ച ആ വെള്ളവും അതുപോലെ അതിനോടൊത്ത് തേനും പിന്നെ പഴവും ഒക്കെ. അഭിവന്ദ്യ പിതാവേ, അങ്ങയുടെ രൂപതയായ പോർബേർഷ്യ രൂപതയിൽ പിതാവിൻ്റെ കുടുംബങ്ങളെക്കുറിച്ചും അവരുടെ പ്രാർത്ഥനാ വിശ്വാസ ജീവിതത്തെക്കുറിച്ചും അവിടുത്തെ ദൈവവിളികളുടെ എണ്ണങ്ങളെക്കുറിച്ചും ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം. ഇനി അവിടുത്തെ കുടുംബ ജീവിതത്തെപ്പറ്റി പറഞ്ഞാൽ കൂട്ടുകുടുംബമാണ് അധികവും. ഞാൻ പറഞ്ഞു ഇപ്പോൾ അവിടെ ചെന്നിട്ട് കർത്താവിൻ്റെ മാലാഖ എന്ന ത്രികാല ജപവും അതുപോലെ കൊന്തയും ഒക്കെ ചെല്ലാനായിട്ട് അവരെ പഠിപ്പിച്ചു. പക്ഷേ നമ്മുടെ ഇവിടെയുള്ളതുപോലെ ആ കുടുംബ പ്രാർത്ഥനകളൊന്നും സാധാരണയായിട്ടില്ല, അവിടെയില്ല. അപ്പോൾ അതിനെപ്പറ്റി അവരോട് പറഞ്ഞു, നമുക്ക് കുടുംബ പ്രാർത്ഥന വേണം, ഒന്നായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഈശോ പറഞ്ഞിട്ടുണ്ട്, എവിടെ 2-3 പേരുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുന്നുവോ അവരുടെ മധ്യത്തിൽ ഞാനുണ്ടായിരിക്കും എന്ന്. അപ്പോൾ ഈശോയ്ക്ക് നിങ്ങൾ കുടുംബത്തിൽ സ്ഥാനം കൊടുക്കണമെന്ന്. അപ്പോൾ അത് നമ്മൾ പിന്നെ അവരെ പ്രോത്സാഹിപ്പിച്ചു. കുടുംബ പ്രാർത്ഥനകളൊക്കെ അതൊക്കെ സാധാരണയായിട്ടില്ല. അവർക്കിപ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് പിന്നെ പള്ളിയിൽ വരുമ്പോഴാണ്. അപ്പോൾ പള്ളിയിൽ വരുമ്പോൾ നന്നായിട്ട് പാടും, പിന്നെ പാടുകയും അതുപോലെ ഡാൻസ്, എല്ലാത്തിനും പിന്നെ ഡാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു പിന്നെ ഓഫർട്രി പ്രൊസഷനോ അതുപോലെ പിന്നെ ആദ്യം അച്ഛൻ കുർബാനയ്ക്കായിട്ട് കയറുമ്പോൾ അതും ഡാൻസുമായിട്ട് അവർ നമ്മളെ അങ്ങോട്ട് സ്വീകരിച്ച് കയറ്റിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അതെല്ലാം വളരെ മനോഹരമായിട്ട് അതിൽ നന്നായിട്ട് പാടും ലിറ്റർജിക്കായിട്ട്. പിന്നെ പ്രാർത്ഥിക്കുന്നതൊക്കെ നമ്മളവരെ പഠിപ്പിക്കണമെന്നുള്ളതാണ് കുടുംബ പ്രാർത്ഥനകളൊക്കെ. വൊക്കേഷൻ അതുകൊണ്ട് പിന്നെ അത്ര എളുപ്പമല്ല. അവരുടെ ആ ട്രൈബിൻ്റെ ആ സമ്പ്രദായങ്ങൾ അവർക്കുണ്ട്, അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. പക്ഷേ നമ്മുടെ ഇവിടെ ഒരു പുരോഹിതനാകുകയോ അല്ലെങ്കിൽ ഒരു സിസ്റ്റർ ആകുക എന്നൊക്കെ പറയുന്നത്
അവർക്ക് സാധാരണയായിട്ട് അതേപ്പറ്റി അറിയത്തില്ല. അപ്പോൾ അതേപ്പറ്റി അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നമ്മൾ ആ കുട്ടികളോട് പിന്നെ യുവതികളോടോ അല്ലെങ്കിൽ യുവാക്കന്മാരോടോ അതേപ്പറ്റി പറഞ്ഞു കൊടുത്തിട്ട് അവരെ അതിന് വേണ്ടിയിട്ട് പരിശീലിപ്പിക്കും. ഇപ്പം കുറേശ്ശൊക്കെ ഞാനൊരു അവിടെ 2017 ഒരു സെമിനാരി വിശുദ്ധ കൊച്ചുത്രയുടെ നാമത്തിൽ സ്ഥാപിച്ചു. ഇപ്പം സെമിനാരീസൊക്കെ വരുന്നുണ്ട്, 8-10 പേരൊക്കെ ഒരു. അഭിവന്ദ്യ ജോർജ് പുതിയ കുളങ്ങര പിതാവേ, കുടുംബം എന്ന് പറയുന്നത് ദൈവവിളിയുടെ വിളനിലമാണല്ലോ. പിതാവിൻ്റെ ദൈവവിളിയെക്കുറിച്ച് ഞങ്ങളോട് 2 വാക്ക് സംസാരിക്കാം. പറഞ്ഞതുപോലെ കുടുംബങ്ങളാണ് ദൈവവിളിയുടെ വിളനിലം. എൻ്റെ കുടുംബത്തെ പറയുകയാണെങ്കിൽ പുതിയ കുടുംബത്തിൽ ചാച്ചനും അമ്മച്ചിയും ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. കുടുംബ പ്രാർത്ഥന, അതുപോലെ സഹോദരി സഹോദരങ്ങൾ എല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നത്, അതുപോലെ പ്രത്യേകമായിട്ടും ദൈവ വിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ജപമാല ചൊല്ലുന്നത്, ബൈബിള് വായിക്കുന്നത്, അതുപോലെ സ്തുതിഗീതങ്ങൾ പാടുന്നത്. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ ഇടവകയിലുണ്ടായിരുന്ന, അന്ന് ഞാൻ നെല്ലിക്കാമ്പോയിൽ ഇടവകയാണ്, നെല്ലിക്കാമ്പോയിൽ ഇടവകയിലുണ്ടായിരുന്ന വൈദികർ സാധാരണയായി കല്ലുവയലിലേക്ക് വരുമ്പോൾ നമ്മുടെ വീട്ടിലായിരുന്നു ഭക്ഷണവും ഒക്കെ കഴിക്കുന്നത്. ചാച്ചനും അമ്മച്ചിയും വളരെ സന്തോഷമായി അവരെ സ്വീകരിക്കുന്നത് കണ്ടിട്ടുണ്ട്, അതുപോലെ സംസാരിക്കുന്നതും കണ്ടിട്ടുണ്ട്. അതിനുശേഷം ആ വൈദികരുടെ ആ നേതൃത്വം ആ നാട്ടിന് വേണ്ടിയിട്ട്, പ്രത്യേകിച്ചും നെല്ലിക്കാമ്പോയിൽ ഇടവകയിൽ ചുറ്റുപാടുമുള്ളവർക്ക് വഴി ഉണ്ടാക്കുന്നതിനും അതുപോലെ വായനശാല ഉണ്ടാക്കുന്നതിനും അതുപോലെ എല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം കണ്ടിട്ടുണ്ട്. പിന്നെ ഈ ദൈവവിളിയുടെ കാര്യത്തെപ്പറ്റി പറയുകയാണെങ്കിൽ കർമ്മലപുഷ്പം, ഗിരിദീപം, അമ്മ, മാസിക സത്യദീപം എല്ലാത്തിലും കൂടി വായിച്ചിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിൽ മിഷണറിമാർ ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി. അപ്പം ഒരു പ്രത്യേകിച്ചും മിഷൻ ലീഗിലെ ഒരു അംഗമായിരുന്നു, സജീവ അംഗമായിരുന്നു. അപ്പം മിഷൻ ലീഗിൽ കൂടി ആ മിഷണറിയുടെ ഒരു ദൈവവിളിക്ക് ഉത്തരം പറയുവാനായിട്ട് സാധിച്ചു. കൊച്ചുനാളിൽ തന്നെ വീടുകളിലൊക്കെ പോയിട്ട് നോർത്ത് ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന മിഷണറിമാർക്ക് വേണ്ടിയിട്ട് അവർക്ക് കാശുണ്ടാക്കി, അതുപോലെ വേറെ സാധനങ്ങൾ വാങ്ങിയിട്ട് അത് അച്ഛന്മാരുടെ നേതൃത്വത്തിൽ അത് വിറ്റ് അത് കാശ് മിഷണറിമാർക്ക് അയച്ചു കൊടുക്കുന്ന, രൂപതയിൽ നിന്നും അയച്ചു കൊടുക്കുന്നതിനെ പറ്റി ഉണ്ടായിരുന്നു. അത് പ്രത്യേകിച്ചും വൈദികരുടെ ആ നല്ല മാതൃകാപരമായ ജീവിതം, അതുപോലെ സിസ്റ്റേഴ്സും അവിടെ ഉണ്ടായിരുന്ന സിസ്റ്റേഴ്സും CMC സിസ്റ്റേഴ്സും എന്നെ ഒത്തിരിയധികം സഹായിച്ചിട്ടുണ്ട് മിഷണറി ആകുന്നതിനായിട്ട്. അപ്പോൾ ഒരു മിഷണറി ആയി നോർത്ത് ഇന്ത്യയിൽ വേല ചെയ്യണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. 1971 SSLC പാസ്സായപ്പോൾ ഞങ്ങളുടെ റിസൾട്ട് വന്നത് കുറച്ച് താമസിച്ചു പോയി. അപ്പോഴത്തേക്കും എല്ലാ സ്ഥലങ്ങളിലും തന്നെ സെമിനറികൾക്ക് പഠനം ആരംഭിച്ചിരുന്നു. അപ്പോഴെൻ്റെ കസിനായ ഒരു ഫാദർ ഫ്രാൻസിസ് മനപ്പുറം ചിക്കമാംഗ്ലൂർ രൂപതയിലുണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞു, ഇങ്ങോട്ട് വാ, അതിനുശേഷം നിങ്ങൾക്ക് പിന്നെ എവിടെയാണ് ഞാൻ കിട്ടുന്നത് നോക്കട്ടെ എന്ന്. അപ്പോൾ ഞങ്ങളവിടെ ചെന്നപ്പോൾ എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി ഭദ്രാവതിയിലായിരുന്നു അച്ഛൻ അന്ന് ജോലി ചെയ്തിരുന്നത്. അവിടെ ചെന്നപ്പോൾ അച്ഛൻ ഞങ്ങൾ ചിക്കമംഗ്ലൂർ രൂപതയിലെ രൂപതാധ്യക്ഷനായ അൽഫോൺസ് മത്തയാസ് അന്ന് കൊണ്ടുപോയി. അപ്പോൾ പിതാവ് പറഞ്ഞു, അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ മലയാളികളെ ഒന്നും എടുക്കുന്നില്ല, എങ്കിൽ കൂടി നിങ്ങൾ വന്നതല്ലേ, മംഗലാപുരത്ത് പോയിട്ട് ജൂൺ 30 ജോയിൻ ചെയ്യണം, അങ്ങോട്ടേക്ക് പോകാൻ പറഞ്ഞു. എഴുത്തും തന്നു. അതിനുശേഷം ഞങ്ങളവിടെ മംഗലാപുരത്താണ് 1971 ജൂൺ 30 സെമിനാരി പഠനം ആരംഭിക്കുന്നതിനായിട്ട് അവിടെ എത്തിയത്. അപ്പോൾ നമ്മുടെ വർഗീസ് പിതാവ്, ചക്കാലക്കൽ പിതാവും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് ആദ്യമായിട്ട് ആ ദൈവവിളിയുടെ ശരിയായിട്ടുള്ള പഠനവും അത് ആഴത്തിലേക്ക് ഇറങ്ങിയതും അവിടെയാണ്. അതിനുശേഷമാണ് പഠനങ്ങളൊക്കെ തുടർന്നത്. പിന്നെ മൈസൂരിൽ പഠനം തുടർന്നു. അതിനുശേഷം ബാംഗ്ലൂർ സെൻറ്റ് പീറ്റേഴ്സ് സെമിനാരി, പൊന്റിഫിക്കൽ സെമിനാരി, അവിടെയായിരുന്നു തിയോളജിയൊക്കെ പഠിച്ച് കഴിഞ്ഞത്. അതിനുശേഷം ഒരു വൈദികനായിരുന്നത് ചിക്കമംഗ്ലൂരിലാണ്. 1982 മെയ് 31 അർശിക്കരയിലുള്ള മാതാവിൻ്റെ നാമത്തിലുള്ള ആ പള്ളിയിൽ നിന്നുമാണ് അൽഫോൺസ് പിതാവ് എനിക്ക് ഗുരുപട്ടം നൽകിയത്. ഇരുളിൽ കാൽത്തട്ട് വീഴുന്നവർക്ക് കൈത്താങ്ങാകുവാനും കയ്യിലൊന്നും അവശേഷിക്കാത്ത പട്ടിണി പാവപ്പെട്ടവൻ്റെ കയ്യിലെ മാണിക്യമാകുവാനും വിളിക്കപ്പെട്ട ഈ പൗരോഹിത്യം, അഭിവന്ദ്യ പിതാവേ, അങ്ങ് ഇനിയും മുന്നോട്ട് നിരവധി ആളുകൾക്ക് ഈശോയെ കൊടുക്കുവാനും
ഈ ലോകത്ത് പ്രകാശമായി വർദ്ധിക്കുവാനും പിതാവിനെ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം.